ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു റിഷാസ് വൈബ്സ്. അപ്പോൾ ഖത്തറിൽ നിന്നുള്ള വീഡിയോസാണ് കേട്ടോ ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കിനി നാട്ടിൽ പോകാൻ കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ. അപ്പോൾ സമയം ഒരു 4:30 ആയിട്ടുണ്ട് കേട്ടോ. പക്ഷേ വെയിലിന് ഒരു കുറവുമില്ല, നല്ല ചൂടുണ്ട്. പൊന്നൂസിന് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. ഞങ്ങളിതാ പാർക്കിലേക്കൊന്ന് ഇറങ്ങിയതാണ് കേട്ടോ. ഞങ്ങളുടെ റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പാർക്ക്. പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് മടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാർക്കിലേക്കൊക്കെ ഇറങ്ങാറ് ഭയങ്കര കുറവാണ്. അപ്പോൾ ഇന്ന് നേരത്തെ പാർക്കിലേക്കൊക്കെ ഇറങ്ങി അത് കഴിഞ്ഞിട്ട് ഒരു ഷോപ്പിംഗ് ഒക്കെ ആവാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. ഇതാ ഈ കാണുന്നതാണ് കേട്ടോ പാർക്ക്, അൽ ഹിത്മി പാർക്ക്. അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഈ വെയിലും ചൂടൊക്കെ ആയ കാരണം അങ്ങനെ കാര്യമായിട്ട് ഇറങ്ങാറില്ല. അപ്പോൾ പൊന്നൂസ് പാർക്ക് കണ്ടാൽ പിന്നെ ഒരൊറ്റ ഓട്ടമാണ് കേട്ടോ ഉള്ളിലേക്ക്. അപ്പോൾ ഈ സമയത്ത് അധികം തിരക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്ക് കളിക്കാനൊക്കെ ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഈ സമയത്ത് നല്ല ചൂടല്ലേ, പിന്നെ രാത്രിയാകുമ്പോൾ നല്ല തിരക്കും ഉണ്ടാവും. അപ്പം അത് കാരണം വലിയ കാര്യമായിട്ട് ഇറങ്ങാറില്ല. അപ്പോൾ ഇതാ ഇവിടെ ഈ ഒരു ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന് മുന്നേ നല്ല വലിയ വലിയ പൂക്കളായിരുന്നു. ഇപ്പോൾ ഇതാ ചെറിയ പൂക്കൾ. ഈ ഒരു ചൂട് സമയത്തും ഇതിനൊക്കെ സർവൈവ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അത്ര നല്ല ചൂടാണ് ഇവിടെ. അപ്പം നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ പാർക്ക് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കുട്ടികളൊന്നുമില്ല, 2-3 കുട്ടികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഊഞ്ഞാലൊക്കെ കിട്ടും. മറ്റേത് ഊഞ്ഞാലിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കാത്തു നിൽക്കണം. അങ്ങനെ കുറച്ച് നേരമൊക്കെ ഊഞ്ഞാലുമ്മ കളിച്ച് പിന്നെ ഞാനിതാ ഈ ഒരു കാഴ്ച കണ്ടു കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കുറേ പ്രാവുകളുണ്ട് കേട്ടോ. അപ്പം അവർക്കുള്ള ഭക്ഷണവും ഒക്കെ അവിടെ എത്തിക്കാറുണ്ട്. ഭക്ഷണം വെള്ളമൊക്കെ ഒരാൾ കൊണ്ടുവന്ന് ഇങ്ങനെ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പം ആ ഒരു ടൈം ആയപ്പോൾ അവരിങ്ങനെ വട്ടം ചുറ്റുമെന്ന് തോന്നുന്നു. എന്തായാലും നല്ല ഭംഗിയുണ്ടായ ഒരു കാഴ്ച കാണാനായിട്ട്. ഈ കാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങള് മക്കളവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ. ഈ പച്ചപ്പൊക്കെ എപ്പോഴല്ലേ കാണാൻ പറ്റുള്ളൂ. പിന്നെ ഇതാ മരങ്ങളിലൊക്കെ നല്ല പൂക്കളുണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈന്തപ്പന ഈന്തപ്പനയുടെ മുകളിലൊക്കെ നല്ല കുറേ ഈന്തപ്പഴം ഉണ്ടായി നിൽക്കുന്നുണ്ട്. പക്ഷെ പച്ചയാണ്, പഴുത്തിട്ടില്ല. എല്ലാം കവർ ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഈ ഒരു വഴിയിൽ കൂടെ ഒക്കെ ഉണ്ടല്ലോ ഇങ്ങനെ നടക്കും. കുറച്ചുകൂടി കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും. ആളുകൾ നടക്കാൻ വരുന്നുണ്ടാവും, കുട്ടികൾ കളിക്കുന്നുണ്ടാവും. ആ സമയത്തൊന്നും ഞാൻ അങ്ങനെ വീഡിയോ എടുക്കാറില്ല കേട്ടോ. കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല അങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ. പിന്നെ ദാ ഈന്തപ്പനയുടെ മുകളിലൊക്കെ ഈന്തപ്പഴം ഉണ്ടായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഈ ഒരു സമയത്ത്. പഴുത്തിട്ടൊന്നുമില്ല, ഈ ഒരു ചൂടിനാന്ന് തോന്നുന്നു പഴുക്കുക. അപ്പൊ പച്ചയാണ് കേട്ടോ. നല്ല ഇനിയും ചൂട് വരാൻ പോകുന്നുണ്ട് എന്നാണ് അറിഞ്ഞത്. അപ്പൊ ആ സമയത്തായിരിക്കും പഴുക്കുക. പിന്നെ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഒരുവിധം ആളുകളൊക്കെ പാർക്കിലുണ്ടാവും. ഫുഡൊക്കെ ആയി വന്ന് ഇവിടെ ഇരിക്കും കേട്ടോ. ഇരുന്നിട്ട് ഇവിടുന്ന് ഫുഡ് കഴിച്ച് കുറേ നേരം കഴിഞ്ഞിട്ടാണ് പിന്നെ അവരൊക്കെ പോവുക. ഓരോരുത്തർ ചെയറുകളും ടേബിളും ഒക്കെ കൊണ്ടുവരും കേട്ടോ. പിന്നെ കുറേ പേര് ഈ പുല്ലിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അതൊക്കെയാണ് രാത്രിയിലത്തെ കാഴ്ചകൾ ഉണ്ടാവുക. ഇവിടെ ഇരിക്കാനായിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമ്മുടെ എല്ലാവരും കൂടി വന്നിരിക്കുമ്പോൾ നല്ലൊരു രസമാണല്ലോ. പിന്നെ അതാ കുട്ടികൾ പാർക്കിൽ ഇങ്ങനെ ഇതിലിങ്ങനെ സ്ലൈഡിലൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവരെന്നെ തിരിച്ചു കൊണ്ടുപോകൽ ഒരു വല്ലാത്ത ടാസ്ക്കാണ്. കുറേ നേരം അങ്ങനെ കളിക്കും. ഇനിയിപ്പം ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അൽമിറ എന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങോട്ട് പോകണം. അപ്പോൾ ഏകദേശം ഇരുട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളിതാ അൽമിറയിലേക്ക് പോവാണ്. ഇവിടുന്ന് കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാനുണ്ട്. ഒരു സ്റ്റീക്ക് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബീഫ് സ്റ്റീക്ക് ഉണ്ടല്ലോ, അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ വാങ്ങിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബീഫൊക്കെ ഓൾറെഡി വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്കുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഞങ്ങൾ പോയത് ഒരു വ്യാഴാഴ്ചയാണ് കേട്ടോ. അപ്പോൾ വ്യാഴാഴ്ച ഒരുപാട് ട്രൈമി ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ചിക്കൻ ഐറ്റംസും അതുപോലെ വെജിറ്റബിൾ കട്ട്ലറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തരും. അപ്പോൾ ഇത് പൊന്നൂസിനും ഞങ്ങളെല്ലാവരും കഴിച്ചു കേട്ടോ. സാദിയയുടെ ട്രൈമി സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ പല പല ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ ചീസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല.
പിന്നെ സ്റ്റീക്കിലേക്ക് അധികം സാധനങ്ങളൊന്നും ആവശ്യമില്ല കേട്ടോ. ബട്ടറാണ് കൂടുതലായിട്ടും വേണ്ടത്. പിന്നെ വെജിറ്റബിൾസ് ആണ് വേണ്ടത്. ബ്രക്കോളി, അതുപോലെ ബേബി കോൺ, അങ്ങനത്തെ ഐറ്റംസ് ആണ്. പിന്നെ ഞാൻ കുനാഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡോ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്കുള്ള ഐറ്റംസും കൂടി വാങ്ങിച്ചു കേട്ടോ. ക്രീം ചീസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും മറക്കാതെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.